പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്ലൈം ഉണ്ടാക്കി ഗൈസ്. സ്ലൈമുമാണ് ക്ലേയുമാണ്, അതേപോലത്തെ ഒരു ടെക്സ്ചർ. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ പിടിക്കാൻ നേരത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കളിക്കാം. ഗായ്സ്, ഇതാ ഓയിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു ക്ലേയും കൂടെയാണ്. സ്ലൈമിൻ്റെ ടെക്സ്ചറും ഉണ്ട്, പിന്നെ ക്ലേയിൻ്റെ ടെക്സ്ചറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പൊടി നമ്മളത് താഴെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിപ്പൊടി, ഈ ഒരു പൊടി നമ്മളത് ഇതേപോലെ ഈ ഒരു സ്ലൈമിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അതവിടെ ഇരിക്കും. സാധാരണ സ്ലൈമിലത്തെ ആ ഒരു സ്ലൈമിലെ പൊടിയൊന്നും ഇല്ല, എന്നാലും നമ്മൾ എന്തെങ്കിലും കളിക്കാൻ നേരത്തെ വല്ല പൊടി ഇതിൻ്റെ അകത്ത് കയറും. അപ്പോൾ അത് എടുത്ത് കളയണം. ഇത് സ്ലൈം ആൻഡ് ക്ലേ ആണ്, രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ. അപ്പോൾ നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം ഈ ഒരു സ്ലൈം ഇട്ട് വെക്കാൻ. അപ്പോൾ ഇതിൽ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ള ഈ ഒരു പാത്രം, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ തുറക്കാനുള്ള സംഭവമുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഒരു സ്ലൈം ഇട്ട് വെക്കാൻ. ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഓർത്തു എയർ ടൈറ്റ് കണ്ടെയ്നർ എന്നൊക്കെ പറയുമ്പോൾ എയർ ഉള്ളതായിരിക്കും, അങ്ങനെ ഞാൻ തുളയൊക്കെ ഇട്ട് കൊടുത്തു ഗൈസ്. അപ്പോഴാണ് ഞാൻ അമ്മേനോട് ചോദിച്ചു ഈ എയർ ടൈറ്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു നന്നായിട്ട് എയർ പോവാത്ത കണ്ടെയ്നർ ആണ്. അപ്പം ഞാൻ ചമ്മിയില്ലേ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, എയർ വേണമായിരിക്കും, എനിക്കറിയില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതവിടെ മാറിയിരുന്നോട്ടെ. ഇതിലേക്ക് ഞാനൊരു റെഡ് കളറാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് റെഡ് കളർ ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളറായിട്ട് കിട്ടും, ലൈറ്റ് പിങ്ക്. എൻ്റെ കയ്യിൽ പിങ്ക് കളറുണ്ട്, പക്ഷെ ഞാൻ അത് ഉണ്ടാക്കിയതല്ല, മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ മൊത്തവും ഡാർക്ക് റെഡ്, ഡാർക്ക് പിങ്ക് പോലെയൊക്കെ ആയിക്കിട്ടും. പക്ഷേ അതെനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് റെഡ് ആഡ് ചെയ്ത് കൊടുത്തു, അപ്പോൾ പിങ്ക് കിട്ടും. നമ്മളത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചോറൊക്കെ കൊടുക്കുന്ന പോലെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ കിട്ടും. എന്നിട്ട് ഇതേപോലെ ഇതിലേക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഓക്കെ, അപ്പം നന്നായി പരത്തി കൊടുക്കാം. കണ്ടില്ലേ, ഒരു ഭാഗം ഇതേപോലെ കേട്ടോ. ഓക്കെ, ഇതേപോലെ കൊടുക്കാം. ഇനി ഒരു സ്പൂൺ എടുത്ത് തിന്നുന്ന പോലെ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ, നല്ല ഐസ്ക്രീം ഫീലായിരിക്കും. അപ്പം ഞാൻ ഇതിലേക്ക് ഈ ഒരു ഐലൈനർ കുറച്ച് ചേർത്ത് കൊടുക്കാൻ വിചാരിച്ചു. ഇപ്പം എൻ്റെ കയ്യിൽ മൊത്തം എണ്ണയാണ് കേട്ടോ, പിന്നെ തൂത്ത് കളയാണ്, ഇത് തുറക്കാൻ പറ്റും അകത്തോട്ട്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂണൊന്നുമല്ല, കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്താ കളർ കിട്ടാമെന്ന് നമുക്ക് നോക്കാമല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ ഇതിൽ ഈ ഒരു സ്ലൈമിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കളറേ പറ്റുള്ളൂ കേട്ടോ. ഒരല്ല 2 കളർ മാക്സിമം, 2 കളറ് പറയാ, കമൻറ്റിലിടുക. ഞാനത് ചെയ്ത് നോക്കുന്നതായിരിക്കും, ഏത് കളറാണ് വേണ്ടതെന്ന്. 2 കളർ മാക്സിമം. ഇതിൽ ഈ ഒരു കുഞ്ഞ് സ്ലൈമിൽ 2 കളറേ പറ്റുള്ളൂ. അപ്പോൾ ഇത് തന്നെ, ഇത് താനെ ഒലിച്ചങ്ങോട്ട് പോകും. പിന്നെ ഇത് നന്നായിട്ട് എണ്ണ വലിക്കും കേട്ടോ, എണ്ണ നന്നായിട്ട് ഈ ഒരു സ്ലൈം വലിച്ചെടുക്കും. നമ്മുടെ കയ്യിലുള്ള എണ്ണ വരെ ഈ ഒരു സ്ലൈം
വലിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സാധാ പിങ്കിൻ്റെ ഇത് തന്നെയാണ് കിട്ടിയത്. ഇത് മാത്രമേ കുഞ്ഞു കുഞ്ഞു ഡോട്ടിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ മാത്രമേ എനിക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളൂ. കണ്ടില്ല, ഒരു കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് കളർ അത്രേ ഉള്ളൂ. ഇതിൽ ഒരു ബ്ലാക്ക് കളർ മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഓക്കെ, ഞാൻ പോയി കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ പോയി കയ്യിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ആക്കിയിട്ടുണ്ട് ഗായ്സ്. പിന്നെന്താ മോന്ത വാടിയിരിക്കുന്നതെന്ന് ചോദിക്കും. എണ്ണ ഇങ്ങനെ ഇരുന്നിട്ടോ, ഇതിപ്പോൾ തന്നെ പോകുക ഈ എണ്ണ. ഈ ഒരു സ്ലൈം എണ്ണ മൊത്തം വലിച്ചെടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സംഭവം ചെയ്ത് കണ്ടോ. നന്നായിട്ട് ഓർമ്മൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടോട്ടെ ഞാൻ എൻ്റെ മേശയിലാണിത് ചെയ്യുന്നത്. ഇതേപോലെ അടിച്ചു കൊടുത്താൽ കണ്ടില്ലേ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഐറ്റം പൗഡറാണ്. പൗഡർ നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ പൗഡർ വല്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ എടുത്താൽ മതി. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. പറഞ്ഞു തരാൻ വേണമെങ്കിൽ ആദ്യം തന്നെ കുറച്ച് പൗഡർ എടുക്കുക, ഒരു പാത്രത്തിലേക്ക് അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട എന്താണ്, വെള്ളം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്ലേ ഫീലാവും. അപ്പോൾ കുറച്ച് ഗ്ലൂ ആഡ് ചെയ്യുക. ഗ്ലൂ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കളർ ആഡ് ചെയ്യുക, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കയ്യിലേക്ക് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒരു ക്ലേ ലുക്കൊക്കെ ആവും അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് എടുക്കുമ്പോൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യണം. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം കിട്ടും. നല്ല സാധനമാണ്. ക്ലേയിലും സ്ലൈമും രീതിയിലാണ് കിട്ടുക. ചിലപ്പോൾ സ്ലൈം രീതിയിലായിട്ട് മാത്രമേ കിട്ടുള്ളൂ, ചിലപ്പോൾ ക്ലേ രീതിയിലായിട്ട് മാത്രം. ഇത് വെച്ച് നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാം, സ്ലൈമും ക്ലേയും ഉണ്ടാക്കാം. പറഞ്ഞ പോലെ തന്നെ എണ്ണ അപ്ലൈ ചെയ്തില്ലെങ്കിൽ, നമ്മുടെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ക്ലേ കിട്ടും. എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ സ്ലൈം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. പക്ഷേ ക്ലേ അത്രയ്ക്ക് കൊള്ളില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് നാൾ മുമ്പേ ക്ലേ ഉണ്ടാക്കി അതേപോലെ. അപ്പോൾ അത് കൊള്ളില്ലാതായി. അത് ഞാൻ ക്ലേ കൊള്ളാം, പക്ഷേ ഞാൻ ഒരു സാധനം ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും അത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുത്തു. പെയിൻറ്റും കൂടെ അടിച്ചിട്ട് ഉണക്കാനെടുത്തു. അപ്പോഴത്തേക്കിനും അത് ഞാൻ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേപ്പർ കളയാണ്ട് എൻ്റെ ഈ കയ്യിൽ കളയാന്ന് വെച്ചു. ആ ഒരു സാധനം ഇവിടെ ഈ വിരലിന് മൊത്തം പേപ്പർ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒറ്റ എയർ കൊടുത്തപ്പോഴത്തേക്കും ഈ ഒരു സാധനം പൊടിഞ്ഞു പോയി. എൻ്റെ അമ്മോ, ഞാൻ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല. പക്ഷെ ആ ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ മാത്രം പൊടിഞ്ഞു പോയി. അത്രയ്ക്ക് വിഷമമായിരുന്നു. എനിക്ക് ആ ഒരു സാധനം ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് പോയി. ഓക്കെ, ഇപ്പം ഞാൻ ഒരു പാത്രത്തിൻ്റെ ഒരു ലുക്കാക്കി വെച്ചിട്ടുണ്ട്. ചട്ടിച്ചു. ഓക്കെ, ഇതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്.
ഒരു ചട്ടിയിലേക്ക് ഒരു ചോറ് കണ്ടില്ലേ? കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ടിങ്ങനെ വെക്കാം. പക്ഷെ അതിനെക്കാട്ടും നല്ലത് ഇതേപോലെ പരുത്തി വെക്കുന്ന നല്ല രസമാണ്. കണ്ടോ, അതിൻ്റെ കയ്യിലെ എണ്ണയൊക്കെ മൊത്തം തീരാറായി. നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ സാധനം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പടിഭാഗം കാണാൻ ഐസ്ക്രീം ഒക്കെ കാണാം. മേശയിലായി കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു തുണി എടുത്ത് ഒന്ന് തുറച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ കേസ്. ഇപ്പോൾ നമ്മളിത് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തുണി എടുത്തിട്ട് തൂത്ത് കളഞ്ഞാൽ മതി. ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.